IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. പൂജ മാമിന്റെ ഞാൻ നമ്പർ കിട്ടി, ഞാൻ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും, വിളിക്കാന്നൊക്കെ പറയും. പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരുടെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ 3-4 സെക്യൂരിറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവർ കയറ്റിയില്ല, ഒബ്വിയസ്ലി. അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പോയില്ല, ഞാൻ അവിടെയൊക്കെ തന്നെ കറങ്ങി നിന്നു. എന്നിട്ട് ഇവർ ലഞ്ച് ബ്രേക്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് തീർന്ന് ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ കയറി പോയി ലെഫ്റ്റിൽ മുകളിലോട്ട് പോയി. 11th ഫ്ലോർ പോയി പൂജ ഭട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനോട് ബെല്ലടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഡോറല്ല, അതിനടുത്തുള്ള ഡോറിൽ ചെറിയ ഡോർ ഉണ്ടാവില്ലേ, അത് തുറന്നാരാള് ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൂജ മാമിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഒരു ഡോറ് തുറന്നു, ആ പൂജ ഭട്ടായിരുന്നു. അത് പൂജ മാമിൻ്റെ അമ്മയുടെ വീടായിരുന്നു അടുത്തുള്ള. ഷീ സ്റ്റാർട്ടഡ് ഷൗട്ടിങ് അറ്റ് മീ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നിങ്ങൾ ആരാ ഫോണിലോട്ട് പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറഞ്ഞ് ചോറി പറയുന്നത്. ഞാൻ പറഞ്ഞു, മാം ഞാൻ അർഫാസ്, ഞാൻ മാമിനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് ഓർമ്മ ഉണ്ടാവും, അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ തിരിച്ച് ലിഫ്റ്റിൽ കയറി തിരിച്ച് വരിക. അപ്പോൾ അപ്പോഴേക്കും ഇവരെ താഴെ വിളിച്ച് സെക്യൂരിറ്റീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി ഒരു 3 സെക്യൂരിറ്റീസ് ഇങ്ങനെ എപ്പോഴാണ് കയറിപ്പോയെന്നുള്ള രീതിയിൽ നിൽക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മാമിനെ മെസ്സേജ്, സോറി മാം ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷീ സെഡ് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് മാമി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് 5000 രൂപയും കണ്ട ഡെലിഗേറ്റ് പാസ് എടുക്കാൻ. അപ്പോൾ അത്ര കാശില്ല, പക്ഷെ എനിക്ക് ഫെസ്റ്റിവലിൽ പടം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബുക്ക് മൈ ഷോ ആയിരുന്നു ഇതിൻ്റെ വോളണ്ടിയേഴ്സിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോളണ്ടിയറായിട്ട് കയറി. എന്നിട്ട് അപ്പോൾ പടം കാണാമല്ലോ, കുറേ ഫിലിം പേഴ്സണാലിറ്റീസിനൊക്കെ കാണാമല്ലോ എന്ന് വെച്ചു. പക്ഷേ ഫിലിം പേഴ്സണാലിറ്റി കാണാനൊന്നും അവർ സമ്മതിക്കില്ല. അവരുടെ വലിയൊരു ആൾ, ഇപ്പോൾ അനുരാഗ് കശ്യപ് വരുമ്പോൾ അതിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല, സിനിമ കാണാനൊന്നും പറ്റില്ല, അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് 500 രൂപ വെച്ച് കിട്ടും. അപ്പോൾ തീരുന്ന അന്നാണ് ഈ കാശ് മുഴുവൻ കിട്ടുക. അപ്പോൾ ആ തീരുന്നതിൻ്റെ തലേന്ന് ഞാൻ ഫോൺ ഇങ്ങനെ ചാർജിലോട് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊളീഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരോ ഫോൺ റിങ് ആവുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് പൂജ ഭട്ട് കോൾ, എനിക്ക് ഇഷ്ടം ഫോണേ എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ഫോണാണോ, ഞാൻ പോയി എടുത്ത് ഫോൺ എടുത്തു. അപ്പോൾ പൂജ ആയിരുന്നു. പുള്ളിക്കാരൻ, ഡിഡ് യു ഗെറ്റ് എ ജോബ്? ഐ സെഡ് നോ മാം, ഐ ആം സ്റ്റിൽ ലുക്കിംഗ്, യു വാണ്ട് ടു വർക്ക് വിത്ത് മീ? ഐ സെഡ് യാ മാം, ഓക്കെ കം ടുമോറോ. ഞാൻ അടുത്ത ദിവസം പോയാലും ഇവിടെ കാശ് കിട്ടത്തുള്ളൂ. പക്ഷേ ഐ ലെഫ്റ്റ് ഇറ്റ് ആൻഡ് ഐ വെന്റ് ആൻഡ് മെറ്റ് ഹർ. ദെൻ ഐ വർക്ക് വിത്ത് ഹർ ആസ് എൻ അസോസിയേറ്റ്. ക്യാബറേ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ യു കീപ് ട്രൈങ്, യു ഡോണ്ട് ഗിവ് അപ്പ്. ഈ സിനിമ അല്ല വലിയൊരു കഥയാണ് അല്ലേ? അല്ലേ, ഇത് കേട്ടിട്ടുണ്ടോ ഈ കഥ? ഇല്ല അല്ലേ, ഫസ്റ്റ് ആണ് മനസ്സ് തുറന്ന് പറയുന്നത്. ഈ സിനിമ ആക്ച്വലി സംഭവിക്കാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു, അറ്റ് നോ പോയിന്റ് ഐ ഗേവ് അപ്പ്. യു നോ ദെയർ വർ മൊമെന്റ്സ് വെയർ ഐ ഫെൽറ്റ് ലൈക്ക് ഇത് സംഭവിക്കില്ല. എനിക്ക് ഡേറ്റ്സ് കിട്ടുമ്പോൾ മറ്റേയാളുടെ ഡേറ്റ് കിട്ടില്ലെങ്കിലോ ലൊക്കേഷൻ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്, ഐ കെപ്റ്റ് ട്രൈങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ഐ ഫീൽ. എവറിബഡി ഹു ഹാസ് എ ഡ്രീം ഷുഡ് നെവർ ഗിവ് അപ്പ്, ജസ്റ്റ് കീപ് ട്രൈങ് അറ്റ് ഇറ്റ്സ്. എപ്പോഴേലൊക്കെ അത് സംഭവിക്കും. അല്ല, അത് സംഭവിച്ചിരിക്കുകയാണ്. ഇനി ജൂലൈ 26-നാണ് നമ്മുടെ തലവന്റെ പോലെ തലവരെ എന്താവും നമ്മൾ കാത്തിരിക്കേണ്ടത്. അതാണ് അതിന്റെ കറക്റ്റ് കാരണം. പക്ഷെ നിങ്ങളുടെ ഒരു യാത്ര ഗംഭീരമാണ് കേട്ടോ. ആ യാത്രയ്ക്കുള്ള ഫലമായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ. അതിൽ ഇടവും വലവും ഇരിക്കുന്ന 2 പേര്, ഇവരും തിരക്കുള്ളവരാണ്. ആ ഡേറ്റിന്റെ കാര്യം പറഞ്ഞു, ഇവരും ആ തിരക്കിന്റെ സമയത്ത് ഡേറ്റ് ചെയ്യുന്നത്. അതും ഇവിടെ വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്ത് എത്രയോ ദിവസങ്ങൾ നിൽക്കേണ്ട വന്നു. അതും ഇവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. നിർത്തിയിട്ട് നിങ്ങൾ പോയില്ലല്ലോ, അത് നിർത്തിപ്പോയില്ല, മടിയായിട്ട് നിർത്തിപ്പോയില്ല. ആ യാത്ര, ആ ഫോൺ കോൾ വന്ന ഒരു സാധനം ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അല്ലെ, നമ്മൾ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അത്ര പ്രശ്നമില്ലല്ലോ ആസിഫെ അല്ലെ? എവിടെ എത്തിപ്പെട്ടാൻ പറ്റുന്നില്ലേ? ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ, കണക്ഷൻ കൂടുന്നു. അന്നൊന്നും അങ്ങനെയല്ലല്ലോ. നേരത്തെ ഞാൻ ചോദിച്ചതിന്റെ ഒരു കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കാം. നിങ്ങൾ 6 മണിക്കൂർ ഇരുന്ന കഥ പറഞ്ഞു. ഷറഫിന്റെ രസകരമായ മുഹൂർത്തം എന്തൊക്കെയാ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയിലെടുക്കാൻ പറ്റുമോ? ഷറഫ് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമായിരിക്കുമല്ലോ. ഷറഫ് അവിടെ ലൊക്കേഷനിൽ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം വരുന്നത് ഒരു വലിയ സ്പീക്കറായിട്ടാണ്. അപ്പം അതായത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടുണീഷ്യയിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോ സാർ ആ മൂഡിലാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിത് കണ്ട് എന്റെ മതിയും കൊതിയും കെട്ടും വാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫുൾ ഹോളിഡേ മൂഡില് പൂക്കൾ ഷർട്ടൊക്കെ ഇട്ട് ഷറഫുദ്ദീൻ മറ്റേ വലിയ സ്പീക്കറൊക്കെ പിടിച്ച് എങ്ങനെ ഉണ്ട്, ഞാൻ വാ വാ എന്നൊക്കെ പറഞ്ഞ് വരുന്നു. വന്നിറങ്ങി ആ ടുണീഷ്യയിൽ ഇറങ്ങി ഇതുപോലെ തന്നെ 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ലൊക്കേഷനിലേക്ക് വന്ന് കയറിയപ്പോ തന്നെ ഷറഫിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പിന്നെ ഞാൻ ഇനി ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം എന്ന് പറയുന്നത് ഭക്ഷണം കൂടെ കഴിച്ചതോടുകൂടി ഏകദേശം തീരുമാനമായി. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് തുടങ്ങി. ഒരു ദിവസം അമല
അപ്പൊ ഈ അമലയുടെ കൂടെ ഒരു ഷെഫ് ഉണ്ട്. അമലയ്ക്ക് ഭക്ഷണം അലർജി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഷെഫ് കുക്ക് ഉണ്ട് കൂടെ. അപ്പൊ ഇവനായിരുന്നു പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ്. ഇവന് നമ്മള് സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കാം, പക്ഷെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ അമലാപ്പോള് ഒരു വീട്ടമ്മയായി മാറുകയും ഞങ്ങളൊക്കെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാവുകയും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് എല്ലാം ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയല്ലോ. നമ്മൾ ചെയ്യുന്ന സിനിമയും ആസ്വദിക്കുന്നുണ്ട്, ആ ക്രൂവും നമ്മുടെ ഭാഗമായി നിൽക്കുന്നു, ലൊക്കേഷനും പുതിയതാണ്. അപ്പൊ എല്ലാ രീതിയിലും ഈ പറയുന്ന ഒരു 30-35 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ബോക്സ് തുറക്കേണ്ട വന്നില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ ആസ്വദിച്ചു. മരുഭൂമിയിൽ ഞങ്ങൾ ഒരു പൂക്കാലം ഉണ്ടാക്കി. അതിന് ഷറഫ് പോകുമ്പോ നമ്മള് ചോദിക്കുകയും ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ പൊക്കോ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ താമസിച്ചത് അവിടുത്തെ ഏറ്റവും വലിയൊരു റിസോർട്ടിലാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. ഒന്ന് ഔട്ട്ഡോർ പൂൾ ഉണ്ട്, അത് ഭയങ്കര തണുത്ത വെള്ളമാണ്. അകത്തൊരു മറ്റേ ഹോട്ട് പൂളുണ്ട്. അപ്പൊ രാവിലെ നമ്മള് തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂടുവെള്ളത്തിൽ കുളിക്കണോ ഹോട്ടലിന്റെ പേര് പാം ബീച്ച് റിസോർട്ട് എന്നായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവര് വിളിച്ചു ബീച്ചിനടുത്താണോ റിസോർട്ട്, പക്ഷെ ഇത് മരുഭൂമിയിലായിരുന്നു. ഷറഫ് ഇപ്പം പ്രൊഡ്യൂസിംഗ് രംഗത്തേക്ക് പ്രൊഡ്യൂസർ ആയിരുന്നു. ആസിഫ് അലിയിൽ എന്തെങ്കിലും ഉപദേശം തേടിയിരുന്നോ? പ്രൊഡ്യൂസർ ആവുമ്പോഴോ? ഞാൻ എന്നെക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവൻ. എങ്ങനെ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ എന്തെങ്കിലും ഉപദേശം തന്നിട്ടുണ്ടോ? പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ടെൻഷൻ ഉണ്ടാവാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണകളൊക്കെ ഉണ്ട്. ആ ധാരണകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ല. ധാരണകൾ കറക്റ്റ് ആയിട്ട് പോണം. അത് കുറെ ദിവസം പോകുമ്പോൾ ഈ ധാരണകൾക്ക് ഒരു മാറ്റം എപ്പോഴും വരാറുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രൊഡക്ഷൻ എന്നല്ല, നമ്മളൊരു ബസ് കാത്ത് നിൽക്കുന്നു, ആ ബസ് വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഭ്രാന്തികൾ, അത് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറുകൾ നീളുന്ന പരിഭ്രാന്തികൾ, അത്രയും അവിടെ ഓക്കെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ സന്തോഷം ഉണ്ടായാൽ മതി, തൃപ്തി കിട്ടിയാൽ മതി നമുക്ക് അല്ലേ? അല്ല, ഇപ്പം ഈ അഭിനേതാക്കൾ എല്ലാവരും പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഉള്ള പ്രൊഡ്യൂസർമാർ എന്ത് ചെയ്യുന്നുള്ള ഒരു ചോദ്യത്തിനും പുറത്ത് നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇവിടെ ഹോട്ടലിന്റെ പുറത്ത് ഒരു കൗണ്ടർ വരാത്ത എന്താന്ന് ഓർത്ത് ഇത്ര നേരമായിട്ട് കൗണ്ടർ വന്നില്ല എനിക്ക്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ സംഭവിക്കുക എന്നുള്ളതാണ് ആര് ചെയ്താലും. അപ്പൊ അതിന് ഇപ്പം നല്ല ആക്ടർ അല്ല, ഒരുപാട് നാളായിട്ട് ഇവിടെയുള്ള നായകന്മാരെ വെച്ച് മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്നല്ലല്ലോ തീരുമാനിക്കുക. നമുക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള നല്ലൊരു ആക്ടറിനെ കൊണ്ടുവരിക, അവരെ വെച്ചിട്ട് സിനിമ ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ആ സിനിമ നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസറിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബെറ്റർ ഓപ്ഷൻ ചെയ്യാൻ നോക്കും. അത് ഇപ്പൊ സിനിമ നന്നാവാൻ അതിൻ്റെ അകത്ത് ഒന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമ്മൾ കാണുന്ന സിനിമ നമുക്ക് ഒരു പ്രൊഡ്യൂസറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമയുടെ ചെലവ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുവാണ്. അത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സായി മാറുന്നത്. അത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ ഒരു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്നോ പ്രൊഡ്യൂസറിന് പൈസ കൊടുക്കണ്ടെന്നോ അങ്ങനെ ഒന്നുമല്ല. ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമുക്ക് ആ സിനിമ ആ സബ്ജക്ട് എനിക്ക് പറ്റിയ കേട്ടില്ല നമ്മൾ ചെയ്യണമല്ലോ. അതെ, അത് തന്നെ മമ്മൂക്ക ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞോട്ടെ. അല്ല, ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഈ സിനിമയ്ക്ക് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്കത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ അത്രയും വലിയൊരു ചെലവിൽ അവർ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയൊരു മേജർ റിസ്ക് ഉണ്ട് ആ സിനിമയ്ക്ക്. അപ്പം ആ സിനിമ ചെയ്തതിന് ഭയങ്കര വലിയ കയ്യടിയുണ്ട്. പക്ഷെ ആ സിനിമ ചെയ്യാൻ തയ്യാറായതിന് അത്രയും വലിയൊരു സെറ്റപ്പും അത്രയും വലിയൊരു ആ കേവ് സെറ്റപ്പ് ചെയ്തതിനൊക്കെ വലിയൊരു കയ്യടിയുണ്ട്. കാരണം അത്രയും നല്ലൊരു സിനിമ ഇവിടെ ചെയ്തെടുത്തു, അതിന് ഇവിടെ കൈയടിച്ചു, പുറത്ത് ഭയങ്കരമായിട്ടുള്ള ക്ലാപ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ സമയങ്ങളിൽ തന്നെ കണ്ടൊരു സിനിമയാണ് സൊസൈറ്റി ഓഫ് ദി സ്നോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ടത്. അത് ഒരു സർവൈവൽ ത്രില്ലറാണത്. അപ്പം ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ റിലീസ് ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഈ സിനിമ അതൊരു എനിക്ക് തോന്നുന്നു ഉറുഗൻ സിനിമയോ മറ്റോ ആണത്, ലാറ്റിൻ സിനിമയാണ്. അത് ഒരു ഹോളിവുഡ് സിനിമയല്ല, ഫുട്ബോൾ ടീം റഗ്ബി ടീം ട്രാവൽ ചെയ്ത് അത്. അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി
ഒരു പക്ഷേ മഞ്ഞുമൽ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ആ സിനിമ പോകാനുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. ഒരു പക്ഷെ അതിന് വേറൊരു നിർമ്മാതാവാണെങ്കിൽ ആ സിനിമ വാഗമണ്ണിൽ ഷൂട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസർ എത്രയോ അങ്ങനെ ചർച്ച വരെ നടന്ന സിനിമയായിരുന്നു. അതാണ് എത്രയോ പേര് മാറിയിട്ട് അവിടെ ഒതുങ്ങാം എന്ന് പറഞ്ഞവരാണ്. കറക്റ്റാണ് ആസിഫ് പറഞ്ഞത്. അവിടെ തീരേണ്ട സിനിമയായിരുന്നു. ആ സിനിമയാണ് അങ്ങനെ എത്തിയിരിക്കുന്നത്. അത് ആ ചെയ്ത റിസ്ക്കും ആ സിനിമ ചെയ്യാൻ റെഡി ആയത് ഭയങ്കര വലിയൊരു എഫേർട്ടാണ്. മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ ഭയങ്കര ഗുണം. അത് നേരത്തെ ആസിഫ് പറഞ്ഞ സിനിമ പോകരുത് എന്നുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ തീരുമാനം കൂടെ അതാണ് കറക്റ്റ്. ആർട്ടിസ്റ്റിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് സിനിമ ആയിട്ടില്ല. ആ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് ചെയ്തു ഒരിക്കലുമില്ല. ലെവൽ ക്രോസ് എന്ന സിനിമ കോടികൾ ക്രോസ് ചെയ്തങ്ങ് പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഞാൻ. കൂടെ ഉണ്ടാകും, സിനിമയെ സ്നേഹിക്കുന്നു എന്ന നിലയിൽ കൂടെ ഉണ്ടാകും ഈ സിനിമയുടെ. അതാണ് ഹൈദരാൻ. താങ്ക് യു. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.